NDA ക്യാമ്പിൽ നിന്ന് അനൽക സെയ്ദാണ് നമുക്കൊപ്പം ചേരുന്നത്. അനൽക, വളരെ വലിയ ബഹളമയമായിട്ടുള്ള പ്രചാരണമാണ് UDF-ഉം LDF-ഉം നിലമ്പൂരിൽ നടത്തിയത്. PV അൻവറും ഉണ്ടായിരുന്നു. NDA പക്ഷേ കൂടുതൽ അവരുടെ വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അവരവരുടെ കരുത്ത് തെളിയിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ വോട്ടുകൾ ഉറപ്പിക്കുക, കുടുംബയോഗങ്ങൾ നടത്തുക, വീടുകൾ കേന്ദ്രീകരിച്ച് വ്യക്തി കേന്ദ്രീകൃതമായ വോട്ടുകൾ ഉൾപ്പെടെ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നല്ലോ അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ കൊട്ടിക്കലാശ ദിവസം എങ്ങനെയാണ് NDAയുടെ ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നത്? മാത്രമല്ല, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം NDA ചെയ്തിരുന്നത്, അന്ന് K. സുരേന്ദ്രനായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ, ഒരു ക്രെയിൻ, ഈ കൊട്ടിക്കലാശത്തിൻ്റെ അന്ന് ഒരു വലിയ ക്രെയിൻ ഉയർത്തി എല്ലാ മുന്നണികളെക്കാൾ മുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടിയുയർത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി ഇത്തവണയും ഉണ്ടോ അനൽക? ബിനിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ NDA ക്യാമ്പിൽ ഇതുവരെ, അതായത് വലിയ മറ്റ് മുന്നണികളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ളൊരു പ്രചരണ രീതിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒക്കെ തന്നെ ഒരു സൈലൻറ്റ് വർക്കായിരുന്നു അവരൊക്കെ എടുത്തിരുന്നത്. മറ്റ് മുന്നണികളെ അപേക്ഷിച്ചൊക്കെ തന്നെ അവർ കൂടുതലും ഈ നിലമ്പൂരിലെ ചുങ്കത്തറ, അതോടൊപ്പം തന്നെ പോത്തുകൽ ക്രൈസ്തവ വോട്ടുകൾ കൂടുതലുള്ള മേഖലകളിലും, അതോടൊപ്പം തന്നെ വിരമിച്ച കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, വിരമിച്ച മറ്റ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള അതായത് വോട്ട് കിട്ടുമെന്ന് സാധ്യതയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് അവർ അത്തരത്തിൽ ഈ പ്രചാരണം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് BDJS ആണ് തുടക്കത്തിൽ മത്സരിക്കുമെന്നെങ്കിൽ പറഞ്ഞെങ്കിൽ പോലും പിന്നീടാണ് BJP നേരിട്ട് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ മറ്റ് മുന്നണികളെ അപേക്ഷിച്ച് അല്പം ബാക്കിലാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള, അതായത് ഇങ്ങനെയുള്ള ഒരു പരസ്യപ്രചാരണ രീതിയിലേക്കൊന്നും അവർ പോയിട്ടില്ല. പ്രധാനമായിട്ടും ഇത്തരം ഈ കുടിയേറ്റ കർഷക മേഖലകളൊക്കെ തന്നെ അത്തരം മേഖലകളിലാണ് ഇവർ കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഈ BJPയുടെ സ്ഥാനാർത്ഥിയെ കണ്ട സമയത്ത് അദ്ദേഹം പറയുന്നത്, പിന്നെ ഇത് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് പല പദ്ധതികൾ നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ തന്നെ പദ്ധതികൾ ഉപയോഗിച്ചാണ്. ഇത് സംസ്ഥാന സർക്കാർ സ്വന്തം പേരിലാക്കുന്നു. അങ്ങനെയുള്ള സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന മറ്റ് BJP നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ അവർ പ്രകടന പത്രിക പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഗതാഗതം, ടൂറിസം, പരിസ്ഥിതി, ആരോഗ്യമേഖല, യുവജനക്ഷേമം, വന്യജീവി ആക്രമണം, എങ്ങനെ സമഗ്ര മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ളൊരു പ്രകടന പത്രിക അവർ പുറത്തിറക്കി, അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജേന്ദ്രശേഖർ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അവർ 2021 തെരഞ്ഞെടുപ്പിൽ BJPയുടെ തന്നെ നേതാവാണ് ഇവിടെ മത്സരിച്ചിട്ടുള്ളത്. അതിൽ വോട്ട് 2016 അപേക്ഷിച്ച് 2021 വോട്ട് ഷെയർ കുറഞ്ഞു. എന്നാൽ 2024 K. സുരേന്ദ്രൻ വയനാട് മത്സരിച്ച സമയത്ത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 17,500 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു വോട്ട് ഷെയറിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും അവർ സ്വാഭാവികമായിട്ടും നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ പോത്തുകല്ല്, ചുങ്കത്തറ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ക്രൈസ്തവ മേഖലകളിൽ സ്വാധീനമുണ്ടെന്നാണ് BJPയുടെ നേതൃത്വത്തിൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ, അതോടൊപ്പം തന്നെ കുടിയേറ്റ മേഖലകളിൽ നിന്നൊക്കെ, കർഷകരുടെ മേഖലകളിലൊക്കെ തന്നെ അവർക്ക് വലിയ രീതിയിൽ വോട്ടുകൾ കിട്ടും. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടേക്ക് BJPയുടെ സംഘടനാ ചുമതലയുള്ള ഷോൺ ജോർജ് മനുബാനയുടെയൊക്കെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യവന്യജീവി പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിൽ കർഷകരുടെ വോട്ട് BJPക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയും BJP നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. അതേ ഒരു അഭിപ്രായം തന്നെയാണ് BJP സ്ഥാനാർത്ഥി രാവിലെ നമ്മളോട് സംസാരിച്ച സമയത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. അതാണ് BJP സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷകൾ. എന്തായാലും BJP ക്യാമ്പും NDA ക്യാമ്പും വളരെ ആവേശത്തിൽ തന്നെയാണ്. കുട്ടിക്കലാശത്തിൽ അവർ വളരെ സജീവമായി പങ്കെടുക്കുമെന്ന കാര്യവും വ്യക്തമാണ്.